ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കണം. ഒളിമ്പസിന്റെ ഗയ്യ കോൺഷ്യസ്നെസ് എന്ന പരമ്പരയിൽ നമ്മൾ എന്താണ് ഗയ്യ കോൺഷ്യസ്നെസ് എന്നും അതിന്റെ ചരിത്രവും നമ്മൾ പരിശോധിച്ചു. ഇന്നു മുതൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഇന്ന് ആദ്യം ഇന്റർ കണക്ടിവിറ്റി എന്നുള്ള ആശയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ്? ഇന്റർ കണക്ടിവിറ്റി nurtures harmony, bringing balance and well-being. പാരസ്പര്യം അഥവാ പരസ്പരാനന്ദം. ഭൂമിയിലെ ഓരോ വ്യവസ്ഥകളും അതിന്റെ ഉപഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായി രൂപപ്പെട്ട് ഘടകങ്ങളുടെ ഭൗതികമോ ഭൗതികേതരമോ ആയ പരസ്പര വിനിമയത്തിലൂടെ കുറഞ്ഞ അധ്വാനത്തിലൂടെ സ്വയം ക്രമീകരിച്ച് വ്യവസ്ഥയുടെ സമതുലിതാവസ്ഥ ഉറപ്പാക്കുന്നു. അതിനായി ആ വ്യവസ്ഥയുടെ ബോധം, തന്റെയും ഘടകങ്ങളുടെയും ഘടന, അവ തമ്മിലുള്ള പാരസ്പര്യം, സ്വയവും അന്യോന്യവുമുള്ള പ്രവർത്തനങ്ങൾ, ഘടകാന്തര പരിസ്ഥിതിയുടെ വിന്യാസം തുടങ്ങി ഒട്ടേറെ വ്യവസ്ഥാ സാഹചര്യങ്ങൾ നിലനിർത്തി നിയന്ത്രിക്കുകയും ഏറ്റവും ഉചിതമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ ആരോഗ്യമാണ് വ്യവസ്ഥയ്ക്ക് സ്വാസ്ഥ്യം പ്രദാനം ചെയ്യുന്നത്. എന്നാൽ വ്യവസ്ഥയിലെ ഘടക പാരസ്പര്യം താളം തെറ്റിയാൽ ആരോഗ്യ സ്വാസ്ഥ്യങ്ങൾ നഷ്ടമാകും. ഇത് വ്യവസ്ഥയ്ക്ക് അകത്തും പുറത്തും ക്ഷമത കുറച്ച് നാശസംഘർഷങ്ങൾക്ക് കാരണമാകും. ഗയ്യാബോധം പാരസ്പര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച് വ്യവസ്ഥയുടെ ഘടകങ്ങൾക്ക് സ്ഥിരത, സമാധാനം, സമഗ്രക്ഷേമം, സ്വാസ്ഥ്യം എന്നിവ വളർത്താൻ കാരണമാകും. മനുഷ്യർക്കിടയിലെ ഗയ്യാബോധം നൽകുന്ന പരസ്പരാനന്ദത്തിലൂടെ മാത്രമേ ഭൂമിയിൽ സർവതോന്മുഖമായ സ്വാസ്ഥ്യം രൂപപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോ ഇതാണ് പാരസ്പര്യം എന്നുള്ള ഒരു ആശയത്തിന്റെ പ്രസക്തി. നമ്മള് വ്യക്തിഗത ജീവിതത്തിൽ ഈ അവനവനിസം എന്ന് പറയുന്ന ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസം അതിന് ഒരു പ്രധാന കാരണമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു ആശയത്തെ നടപ്പിലാക്കാനായി അവർ ഇവിടെ അതോറിറ്റേറിയൻസ് ഇവിടെ കൊണ്ടുവരുന്ന ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആശയം അത് പല വിധത്തിൽ ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഗ്രൂപ്പ് സിസ്റ്റംസ് എല്ലാം തന്നെ ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട്, ട്രൈബൽ സിസ്റ്റംസ് എല്ലാം ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഫാമിലീസ് ആയി. അത് സ്വാഭാവികമായി സംഭവിച്ചാണ്. എന്നാൽ ഗ്രൂപ്പ് ഫാമിലീസിൽ നിന്നും അത് ഫാമിലീസിലേക്ക് മാറിയപ്പോ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക ഒഴുക്കിൽ നിന്നും നോക്കിയാൽ അത് ഡിസിന്റഗ്രേഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. എന്നാൽ അതോറിറ്റേറിയൻസ് അത് ബോധപൂർവം അതിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തിഗത കുടുംബങ്ങൾ ഉണ്ടാവുകയും വ്യക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള കുടുംബങ്ങളായി മാറുകയും അണുകുടുംബങ്ങളായി മാറുകയും ഒടുവിൽ അത് നമ്മുടെ എന്താ പറയാ പാരസ്പര്യം എന്നുള്ള ഒരവസ്ഥയെ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾക്കകത്തുള്ള പാരസ്പര്യത്തെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ശുഭദാമ്പത്യത്തിന്റെ ഭാഗമായി സംസാരിച്ചിരുന്നു. അപ്പോ പാരസ്പര്യം എന്നുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു തരുണത്തിൽ ബോധ്യപ്പെടേണ്ടത്. അപ്പോ ഈ പാരസ്പര്യം എന്നുള്ളതിനെ നമ്മൾ പരസ്പരാനന്ദം എന്നുള്ള ഒരു പദം ഉപയോഗിച്ച് സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരാനന്ദ സത്സംഗവും എല്ലാം നടത്തുന്നത്. പരസ്പരാനന്ദം എന്ന് വെച്ചാൽ പാരസ്പര്യത്തിലായിരിക്കുകയും അതിൽ ആനന്ദത്തിലായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. സ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുക. പാരസ്പര്യം സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കേണ്ടുന്ന ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു നിർധരണി നമ്മളിൽ ഉണ്ടാകേണ്ടതുമുണ്ട്. അപ്പൊ ഇതിന്റെ തത്വവിചാരം ചെയ്യുന്ന സമയത്ത് ഭൂമിയിലെ ഓരോ വ്യവസ്ഥകളും അതിന്റെ ഉപഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായി രൂപപ്പെടുന്നു എന്ന് പറയാം. വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് നമ്മൾ അതിനു മുമ്പ് പലതവണ സംസാരിച്ചതാണ്. ഭൂമിയിൽ നിന്നല്ല, ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യവസ്ഥകളിലും അത് ഉപഘടകങ്ങളുടെ ആകത്തുകയിലാണ് ഉണ്ടാകുന്നത്. ഉപഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് കുറെ ഘടകങ്ങൾ ചേർന്നിട്ട്. അപ്പോൾ ഉപഘടകങ്ങളെല്ലാം തമ്മിലുള്ള പാരസ്പര്യം, ഇവ തമ്മിലുള്ള കൂടിച്ചേരൽ ഉണ്ടല്ലോ, ആ കൂടിച്ചേരൽ എന്നുള്ളത് എത്രയാണോ, ഇവയെല്ലാം കൂടി ചേരുമ്പോൾ എത്രയാണോ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്, അതിലും അധികമായി നിൽക്കുന്നതാണ്
ഈ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി എന്നുള്ള വ്യവസ്ഥ അതിന്റെ കുറേയേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയല്ല, ഇവ തമ്മിലുള്ള പാരസ്പര്യത്താൽ ഉണ്ടാകുന്ന അധികമായ സവിശേഷതയാണ്. ആ അധികമായ സവിശേഷതയാണ് ഭൂമിയിൽ സുസ്ഥിരതയും സ്വാസ്ഥ്യവും സമാധാനവും ശാന്തിയും പിന്നെ ആരോഗ്യവും എല്ലാം ഉണ്ടാകുന്നത്. ഇത് ഘടകങ്ങളുടെ ഭൗതികമോ ഭൗതികേതരമോ ആയ പരസ്പര വിനിമയത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഭൗതിക വിനിമയം നമുക്കറിയാം, എല്ലാം തമ്മിൽ ഒന്നിന്റെ കുറവ് മറ്റൊന്ന് നികത്തി പോകുന്ന രീതിയിൽ ഭൗതികമായിട്ടുള്ള ഒന്ന്. നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാരഡോക്സുകൾ അല്ലെങ്കിൽ എന്താ പറയുക പസിൽസ് ഉണ്ടല്ലോ, പസിൽസിൽ ഒരു വലിയ ചിത്രത്തെ പല രീതിയിൽ നമ്മൾ വെട്ടിയിട്ട് കുട്ടികളെ കൊണ്ട് തമ്മിൽ യോജിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒന്നിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പൊ അത്രയും ഗ്യാപ്പ് ചേർന്ന് നിൽക്കാൻ പാകത്തിൽ വേറൊരു സംഭവത്തിന്റെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പ്ലഗ് ആൻഡ് സോക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക അതുപോലെയുള്ള രീതിയിൽ അതുപോലുള്ള ഒരു ഡിസൈനിൽ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ഇതുപോലെ ഭൗതികമായി എല്ലാം തമ്മിൽ ഒന്നിന്റെ കുറവ് മറ്റൊന്ന് നികത്തി പോകുന്ന രീതിയിലുള്ള ഒരു ക്രമം ഇവിടെയുണ്ട്. ഒന്ന് ഉപേക്ഷിക്കുന്നത് മറ്റൊന്ന് എടുക്കുന്നത് പോലെ അവിടെ വേസ്റ്റ് ഉണ്ടാവുന്നില്ല. ഇപ്പൊ സസ്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഓക്സിജൻ ഡെലിവർ ചെയ്യും, സസ്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ആ ഉപേക്ഷിക്കുന്ന ആ ഒന്ന് ജീവജാലങ്ങൾക്ക് സ്വീകരിക്കേണ്ടത് ഒന്നായി മാറുന്ന രീതിയിലുള്ള പാരസ്പര്യം. ഇതുപോലെ ഭൗതികമായ ഒട്ടേറെ പാരസ്പര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ ഭൗതികമായ പാരസ്പര്യങ്ങൾ അല്ലാതെ ഭൗതികേതരമായ പാരസ്പര്യങ്ങളുണ്ട്. ഭൗതികേതരം എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടറിയാൻ കഴിയില്ല, അങ്ങനെയൊന്നും ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ ഇവയെല്ലാം പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് വേസ്റ്റ് എന്നുള്ള ഒന്നില്ല. ഒന്ന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് മറ്റൊന്നിന്റെ ഭാഗമായി മാറുന്ന രീതിയിലുള്ള സമ്പൂർണമായിട്ടുള്ള പ്ലഗിങ് ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ ചില പ്ലഗുകളൊക്കെ ഇപ്പോ പ്രത്യേകിച്ചും ഇലക്ട്രിക് അയണിന്റെ ഒക്കെ പ്ലഗുകൾ നമ്മൾ നിരന്തരം ചലിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ അവിടെ ലൂസ് കണക്ഷൻ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ സ്പാർക്കുകളായി മാറും, ചൂടാവും, കരിഞ്ഞു പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അതായത് ഇന്റർ കണക്ടിവിറ്റി എന്നുള്ളത് സമ്പൂർണമായ രീതിയിൽ സംഭവിച്ചിട്ടില്ല. താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ അവിടെ ഈ കണക്ഷൻ ലൂസാവുകയും അവിടെ ഈ പവർ ലോസ് ഉണ്ടാവുകയും സ്പാർക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇത് വ്യക്തികൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ, സംഭവങ്ങൾക്കിടയിലും എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോ ഇത് ലൂസാകാതെ കൃത്യമായി കണക്ടിവിറ്റിയിലൂടെയാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പരസ്പര വിനിമയം എന്ന് വേണേൽ പറയാം, പരസ്പര പൂരകത്വം എന്ന് പറയാം, പരസ്പര വിനിമയം എന്ന് പറയാം. ഇങ്ങനെയുള്ള പരസ്പര വിനിമയത്തിലൂടെ കുറഞ്ഞ അധ്വാനത്തിലൂടെ സ്വയം ക്രമീകരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കുറഞ്ഞ അധ്വാനം എന്ന് പറയുമ്പോൾ ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയും. പ്രകൃതി നിർമ്മിക്കുന്നതെല്ലാം തന്നെ ഒരു അധ്വാനം കാഴ്ചവെച്ചുകൊണ്ടല്ല. ഇപ്പൊ മനുഷ്യൻ പ്രകൃതിയുമായി മല്ലിട്ട് ഉത്പാദിപ്പിക്കുന്നതാണ് ഇവിടെ എല്ലാം എന്ന് ഒരു എക്കണോമിക്കൽ തിയറി ഉണ്ടല്ലോ. അങ്ങനെയാണോ സത്യത്തില്? അങ്ങനെയല്ല. അതിനൊരു അധ്വാനമല്ല ഉണ്ടാവുക, ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് കുറഞ്ഞ അധ്വാനമാണ്. കുറഞ്ഞ അധ്വാനം എന്ന് പറയുമ്പോൾ ലീസ്റ്റ് എഫേർട്ട് ഇല്ലാതെ സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോ മനുഷ്യൻ അവന് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തെ തിന്മേശയിൽ പോയി ഇരിക്കുന്ന സമയത്ത് വരട്ടെ എന്ന് പറയുമ്പോൾ വരുന്ന രീതി, അതാണോ ലീസ്റ്റ് എഫേർട്ട്? അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലീസ്റ്റ് എഫേർട്ട്. ഭക്ഷണം എന്ന് വെച്ചാൽ അവന് ആവശ്യമുള്ള ഭക്ഷണം അവൻ ചെന്ന് കണ്ടെത്തി എടുത്ത് സ്വീകരിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന വ്യാപാരങ്ങൾ, അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള അധ്വാനം, അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ചലനങ്ങൾ അതിൽ നിന്നും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് ഇത് ഈ ഒരു ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളത് അവസ്ഥ ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാതെ പിന്മേശയിൽ ഇരുന്നിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ വരുന്നൊരവസ്ഥയിലാണ് പിന്നീട് അവനതിന് ഒരു അധ്വാനമില്ല. ഈ അധ്വാനമല്ല മറ്റാരോ മറ്റെവിടെയോ നിന്ന് വലിയ രീതിയിൽ നടത്തുകയും അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇംബാലൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള ആ ഒരു തുലനത അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് എഫേർട്ട് തീരെ കുറവാണ്, ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് വല്ലാതെ എഫേർട്ട് ഉണ്ടാകേണ്ടി വരുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുറഞ്ഞ അധ്വാനത്തിലൂടെ സ്വയം ക്രമീകരിച്ച് വ്യവസ്ഥയുടെ സമതുലിതാവസ്ഥ ഉറപ്പാക്കുന്ന വ്യവസ്ഥകളാണ്, വ്യവസ്ഥാ സംവിധാനങ്ങളാണ് ഭൂമിയിലുള്ളത്.
പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അത് അനസ്യൂതം ഒഴുകുന്ന ഒരവസ്ഥ സുസ്ഥിരതയുടെ ഭാഗമായിട്ട് സ്ത്രൈണമായ ചാക്രികതയിലൂടെ സംഭവിക്കുന്ന സമയത്ത് ഇത് ലീസ്റ്റ് എഫർട്ടാണ് ഉണ്ടാവുക. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം മുറ്റമടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശ്രമകരമാണ്. അതേസമയം എന്റെ ഇണയെ സംബന്ധിച്ചിടത്തോളം മുറ്റമടിക്കുക എന്നുള്ളത് ഒരു ലീസ്റ്റ് എഫേർട്ട് എന്നുള്ള രീതിയിൽ, കാരണം എക്സ്പീരിയൻസ് ആണ്, ഒരു നിരന്തര ചാക്രികതയിലൂടെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഇത് വെച്ചാല് ഇത് ഭൗതികമായ ഒരു കാര്യം മാത്രമല്ല, പ്രവർത്തനങ്ങളുടെ കാര്യത്തില്, അതുപോലെ തന്നെ ആശയങ്ങളുടെ കാര്യത്തില്, അല്ലെങ്കിൽ ചോദനകളുടെ കാര്യത്തില്, തോന്നലുകളുടെ കാര്യത്തില് എല്ലാം തന്നെ ഈ ഒരു പരസ്പര പൂരകത്വവും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കപ്പെടുന്ന അധ്വാനത്തിന്റെ മിനിമൽ സ്റ്റേറ്റും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. അങ്ങനെയാണ് വ്യവസ്ഥകളുടെ പാരസ്പര്യം നിലനിൽക്കുന്നത്. അതിനായി ഒരു വ്യവസ്ഥയുടെ ബോധം, തന്റെയും ഘടകങ്ങളുടെയും ഘടന, അവ തമ്മിലുള്ള പാരസ്പര്യം, സ്വയവും അന്യോന്യമുള്ള പ്രവർത്തനങ്ങൾ, ഘടകാന്തര പരിസ്ഥിതിയിലുള്ള വിന്യാസം തുടങ്ങി ഒട്ടേറെ വ്യവസ്ഥാ സാഹചര്യങ്ങൾ നിലനിർത്തി നിയന്ത്രിക്കുകയും ഏറ്റവും ഉചിതമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും ചെയ്യും. ഇതാരാണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത്? വ്യവസ്ഥയുടെ ബോധം. മൂന്ന് വ്യവസ്ഥകളെല്ലാം തന്നെ മൃതമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഏകീപ്രവർത്തനം സംഭവിക്കണമെന്നില്ല. ഇപ്പൊ ഒരു വാഹനത്തെ എടുക്കുക. ആ വാഹനത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ചില തർക്കങ്ങളുണ്ട്. എന്നാലും ഒരു ജഡവസ്തുവായിട്ട് ഒരു വാഹനത്തെ എടുക്കുക. ആ വാഹനത്തിന്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ ചേർത്ത് ഇണക്കുന്നത് വെളിയിലുള്ള ഒരു ബോധമാണ്. അങ്ങനെ ചേർത്തിണക്കി വാഹനം ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അധികമായി അവയെല്ലാം ചെത്തിമിനുക്കി ഏകദാനതയിലാക്കാൻ ആ വാഹനം നിരന്തരം അതിന്റെ പ്രവർത്തനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു കതക് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അതിന്റെ ഏതെങ്കിലും ഭാഗം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് വലിച്ചടക്കുകയും തുറക്കുന്നതിലൂടെ അവിടെ തേയ്മാനം സംഭവിച്ച് ഇവ തമ്മിൽ ഏകദാനതയിലാവും. ഇങ്ങനെയുള്ള പരസ്പര പൂരകത്വം പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു പ്രത്യേക ബാഹ്യബോധം ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടെ സംഭവിക്കുന്നത് പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ പോലും അവിടെ ആ ആന്തരിക ബോധമാണ് അതിനെ ആ ഒരു പ്രവർത്തനത്തിന് കാരണമാകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ചുകൂടെ എല്ലാതിരായിട്ടുള്ള ഒരു സൈസിലാണ് നമ്മൾ പലപ്പോഴും പറയാം, ഈ വണ്ടി എന്നെ ചതിക്കില്ല, ഈ വണ്ടി എന്നെ ചതിക്കില്ല വെച്ചപ്പോ ടയർ പഞ്ചറാവുന്നത് ടയർ കടയുടെ മുമ്പിലായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ക്രമമുണ്ടല്ലോ. ഇതെല്ലാം തന്നെ ആ വ്യവസ്ഥയുടെ ബോധം എന്നുള്ളതിൽ നിന്നുണ്ടാവുന്നത്. വാഹനത്തിന്റെ ഉടമയും തമ്മിലുള്ള പാരസ്പര്യം, ആ പാരസ്പര്യത്തിൽ നിന്നും ഉരുത്തിരിയുന്ന എമർജ് ചെയ്യുന്ന ബോധം, ആ ബോധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ വ്യവസ്ഥയുടെ ബോധം തന്റെയും ഘടകങ്ങളുടെയും ഘടനയെ ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ ഘടന എന്താണ്, ഉയർന്നതാണോ താഴ്ന്നതാണോ പരന്നതാണോ എന്നുള്ള കാര്യങ്ങൾ അതിന്റെ ഘടനയെ ശ്രദ്ധിക്കാറുണ്ട്. അവ തമ്മിലുള്ള പാരസ്പര്യം, ഓരോന്നും തമ്മിലുള്ള പാരസ്പര്യം, ഒരു വാഹനത്തിന്റെ ടയറും അല്ലെങ്കിൽ അതിന്റെ ചക്രവും ചക്രത്തിനകത്തെ ബോൾസും തമ്മിലുള്ള പാരസ്പര്യം, അതിനെ ശ്രദ്ധിക്കും. അത് ശരിയായി പ്രവർത്തിച്ചെങ്കിൽ അവിടെ ചില ശബ്ദങ്ങൾ വരും, ചില ഫ്രിക്ഷൻസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ആ ബോധത്തിന്റെ ആകത്തുകയ്ക്ക് കാരണമാകുന്ന പ്രാഥമിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഈ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം, സ്വയവും അന്യോന്യമുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഘടകങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കണം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിന്റെ ധർമ്മം എന്തോ അത് നിർവഹിക്കണം. മാത്രമല്ല ഘടകങ്ങൾ മറ്റ് ഘടകങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണം. അപ്പൊ എന്റെ രണ്ട് കൈയും കാലും ഞാൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ദിശയിൽ ചലിക്കുകയും ആടുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ബാലൻസ്ഡ് ആയിട്ട് നടക്കാൻ കഴിയുക. അപ്പോ സ്വയം പ്രവർത്തിക്കണം, അത് അന്യോന്യം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അതുപോലെ ഘടകാന്തര പരിസ്ഥിതികളുടെ വിന്യാസം, എന്റെ ഈ കൈ എന്നുള്ളത് ഇവിടെ ഒരു പ്രവർത്തനം നടത്തുന്നു, മറ്റേ കൈ വേറൊരു പ്രവർത്തനം നടത്തുന്നു. ഇതിനിടയിൽ ഒരു ദൂരമുണ്ട്. ഈ ദൂരത്ത് ഉള്ള സ്ഥലത്തെയാണ് നമ്മൾ ഘടകാന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ഘടകങ്ങൾക്ക് ഇടയിലുള്ള പരിസ്ഥിതി, ഈ പരിസ്ഥിതിയുടെ വിന്യാസം. ഇപ്പൊ രണ്ട് കൈയും രണ്ടിടത്താണ് നിൽക്കുന്നത്, എന്നാലും അവ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ ഇവ തമ്മിൽ ചേരുന്ന ആ ഇടയിലുള്ള ആ ഒരു ഇടം, ആ ഇടത്ത് ഈ കോർഡിനേഷൻ കൃത്യമായിട്ട് പോകാൻ പാകത്തിലാണ് ശരീരത്തിൽ അത് വിന്യസിച്ചിട്ടുള്ളത്. എന്റെ കൈകൾ എന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ വ്യവസ്ഥാ സാഹചര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ വ്യവസ്ഥാ സാഹചര്യങ്ങളാണ്. ഇത് നിലനിർത്തി നിയന്ത്രിക്കുന്ന ഒരു രീതി എല്ലാ വ്യവസ്ഥകളിലും ഉണ്ട്, പ്രത്യേകിച്ചും ജൈവ വ്യവസ്ഥകളിലുണ്ട്. അവിടെ ഉണ്ടാവുന്ന ചില ഓപ്റ്റിമം ആയിട്ടുള്ള പ്രവർത്തനമാണ് അത് കാഴ്ചവെക്കുക. എന്ന് വെച്ചാൽ ഉചിതമായ പ്രവർത്തനക്ഷമത, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു ക്ഷമത ഉറപ്പാക്കും. ഇത് എല്ലാ വ്യവസ്ഥകളുടെയും സ്വഭാവമാണ്. ഇതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയും. വ്യവസ്ഥകളുടെ എല്ലാ
പ്രവർത്തനങ്ങളും ചേർന്നിരുകി ഏകതാനതയിൽ പോകുന്നൊരവസ്ഥയാണ് അതിന്റെ ഏറ്റവും ഉചിതമായ അധ്വാനം വളരെ കുറച്ച് ഏറ്റവും ഉചിതമായ പ്രവർത്തനക്ഷമത. ഈ പ്രവർത്തനക്ഷമതയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുക. ആരോഗ്യമുള്ള വ്യവസ്ഥയ്ക്കാണ് സ്വാസ്ഥ്യം ഉണ്ടാവുക. സ്വസ്ഥമായിട്ട് അത് പ്രവർത്തിക്കും. ഈ സ്വാസ്ഥ്യത്തിന് മറ്റൊരു നിർവചനമുണ്ട്. എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്നതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ ഈ വ്യവസ്ഥയുടെ ഘടകങ്ങളുടെ ഇച്ഛ, അതിനെന്താണോ വേണ്ടത് അത്, ഉപരിവ്യവസ്ഥയുടെ ആവശ്യം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാകുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഓപ്റ്റിമൽ ലെവലിൽ പ്രവർത്തിക്കാനുള്ള ഒരു വ്യവസ്ഥാ ഘടകത്തിന്റെ പ്രവർത്തനക്ഷമതയാണ്. വ്യവസ്ഥാ ഘടകത്തിന്റെ മാത്രമാണോ? അല്ല. ഘടകങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ, രണ്ട് ഘടകങ്ങൾ, ഒരു ഘടകത്തിന് അതിന്റെ സ്വയം പ്രവർത്തനം, അതിന് മറ്റു ഘടകങ്ങളുമായി ചേർന്ന് ഇഴുകിയുള്ള പ്രവർത്തനം, ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് ഉപരിവ്യവസ്ഥയെ രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ചേർത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ആ ആരോഗ്യവും അതിനൊത്തമുള്ള സ്വാസ്ഥ്യവും ഉണ്ടാവുക. എന്നാൽ വ്യവസ്ഥയിലെ ഘടക പാരസ്പര്യം താളം തെറ്റിയാൽ ആരോഗ്യ സ്വാസ്ഥ്യങ്ങൾ നഷ്ടമാകും. ശരിയാണല്ലോ? ഇത് കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ ആരോഗ്യവും സ്വാസ്ഥ്യം ഉണ്ടാവും. ഇത് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ താറുമാറുകൾ. നമ്മൾ പലപ്പോഴും നമുക്ക് അസുഖം വരുമ്പോഴാണ് നമ്മൾ അറിയുക. ശരീരപ്രവർത്തനങ്ങൾക്ക് താളം തെറ്റുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. താളം തെറ്റി തുടങ്ങി കുറച്ചപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതുവരെ നമ്മുടെ സ്വാസ്ഥ്യത്തിന്റെ അടിസ്ഥാനമാകുന്നത് ആരോഗ്യമാണെന്നും അത് ശരീരം സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടാണെന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ? അതെല്ലാം ഒരു ചിന്തയും ആവശ്യമില്ലാത്ത രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതിനകത്ത് താളം തെറ്റുന്ന സമയത്ത് അപ്പം മുതൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുട്ടുവേദനയുണ്ട്, ചെവിക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ വയറ് അസ്വസ്ഥമാകുന്നു, അല്ലെങ്കിൽ വായുകോപമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരും. അത് സ്വാസ്ഥ്യം നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോ ആരോഗ്യ സ്വാസ്ഥ്യങ്ങൾ നഷ്ടമാകാൻ ഈ പാരസ്പര്യം താളം തെറ്റിയാൽ മതി. ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം താളം തെറ്റിയാൽ ആരോഗ്യ സ്വാസ്ഥ്യങ്ങൾ നഷ്ടമാകും. ഇത് വ്യവസ്ഥയ്ക്ക് അകത്തും പുറത്തും ക്ഷമത കുറച്ച് നാശസംഘർഷങ്ങൾക്ക് കാരണമാകും. അല്ലെ? ഇത് അകത്ത് ഒരു പ്രവർത്തനം നടക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് പ്രവർത്തനം, അകം പരിസ്ഥിതിയിലും പുറം പരിസ്ഥിതിയിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും പ്രവർത്തനക്ഷമത കുറയും. നമ്മൾ പറയില്ല ഭയങ്കര ക്ഷീണം തോന്നുന്നു എന്ന് പറയും. ഇതുപോലെ പ്രവർത്തനക്ഷമത കുറയും. പ്രവർത്തനക്ഷമത കുറയുന്ന സമയത്ത് ഉൽപാദനം കുറയും, ഉൽപാദനക്ഷമത കുറയും, വിസർജന പ്രക്രിയ കുറയും. ഇനി വിസർജിച്ചാൽ തന്നെ അവയെ ഒഴിവാക്കുന്ന പ്രക്രിയ കുറയും. വിസർജനം സംഭവിക്കുന്ന സമയത്ത് ഒന്നിന്റെ വിസർജനം മറ്റൊന്നിന്റെ ഭാഗമായി ഇരിക്കേണ്ടതുണ്ട്, മറ്റൊന്നിന്റെ ഇൻപുട്ടായി മാറേണ്ടത്, ആ പ്രവർത്തനം കുറയും. ഇതുപോലെ മൊത്തത്തിൽ താളം തെറ്റി തുടങ്ങും. ഇത് വ്യവസ്ഥയ്ക്കകത്തും പുറത്തും നാശസംഘർഷങ്ങൾക്ക് കാരണമാകും. മൊത്തം ആ ഘടനയിൽ നാശമുണ്ടാകും, പരിസ്ഥിതിയിൽ നാശമുണ്ടാകും, അത് സംഘർഷങ്ങൾക്ക് കാരണമാകും. ഇതിനുള്ള പരിഹാരമാണ് നമ്മൾ ഈ പറയുന്ന ഗയ്യാബോധം എന്ന് പറയുന്നത്. ഗയ്യാബോധം പാരസ്പര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച് വ്യവസ്ഥയുടെ ഘടകങ്ങൾക്ക് സ്ഥിരത, സമാധാനം, സമഗ്രക്ഷേമം, സ്വാസ്ഥ്യം എന്നിവ വളർത്താൻ കാരണമാകും. ഗയ്യാബോധം എന്ന് പറയുന്നത് വ്യവസ്ഥ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക, വ്യവസ്ഥയുടെ ബോധം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന ബോധമാണ്. വ്യവസ്ഥയ്ക്ക് അത്ര ഒരു ബോധമുണ്ട്, ഭൂമിക്ക് അത്ര ഒരു ബോധമുണ്ട്. ഭൗമ സംവിധാനത്തിന് ഉള്ള ആ ബോധം നമുക്കുണ്ടാകുന്ന സമയത്ത്, മനുഷ്യർക്കുണ്ടാകുന്ന സമയത്ത്, അത് ഈ പാരസ്പര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഞാൻ പരസ്പരം ഇഴചേർന്ന് നിൽക്കേണ്ടുന്ന ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളതിന് പകരം മേക്ക് ദ ചെയിൻ എന്നും ഐ ആം ബീയിങ് ഇൻസൈഡ് നെറ്റ്വർക്ക് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ സ്വീകരിക്കണം. വ്യവസ്ഥയുടെ ഘടകങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് ആ വ്യവസ്ഥയുടെ ഘടകങ്ങൾക്ക് സ്ഥിരത ഉണ്ടാവുക. സ്ഥിരത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു കോശം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കോശത്തിന്റെ പ്രായം കഴിയുന്നത് വരെ ഉണ്ടായിരിക്കുകയും പ്രായം കഴിയുമ്പോൾ അത് പുതിയ കോശത്തിന് വഴിമാറി ഉണ്ടാവുകയും ചെയ്യുന്നത്, അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ കോശം എന്നുള്ളത് അനാദികാലത്തോളം നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിരത, അതിന് സുസ്ഥിരത നമ്മൾ സാധാരണ പറയുന്നത് ഇത്തരത്തിലൊന്ന് തന്നെയാണ്. സ്ഥിരത ഉണ്ടാവുക. അത് മാത്രമല്ല, കൃത്യം ഓപ്റ്റിമൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സമാധാനം ഉണ്ടാവുക. എല്ലാത്തിന്റെയും ഘടകങ്ങൾക്കും ഉപരിവ്യവസ്ഥയ്ക്കും സഹവ്യവസ്ഥകൾക്കും എല്ലാം തന്നെ ക്ഷേമമുണ്ടാവുന്ന അവസ്ഥ, ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാവാത്ത ഒരവസ്ഥ, കോമ്പറ്റീഷൻ ഉണ്ടാവാത്ത അവസ്ഥ, കൗണ്ടറിങ് ഉണ്ടാവാത്ത ഒരവസ്ഥ, അതാണ് സമഗ്രക്ഷേമം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് എന്താ? സ്വാസ്ഥ്യം, സ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ. ഇത് വളർത്താൻ ഈ ഗയ്യാബോധം കാരണമാണ്. അതായത് ഇങ്ങനെയാണ് വ്യവസ്ഥകൾ പ്രവർത്തിക്കുന്നത് എന്ന ബോധം. അത് എന്റെ ശരീരത്തിനകത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ ചുറ്റുപാടിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ സമൂഹത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധം ഓരോയിടത്തും ഉള്ളവർക്കാണ് ആ സ്വാസ്ഥ്യത്തിലായിരിക്കാൻ കഴിയുക. മനുഷ്യർക്കാണ് ഗയ്യാബോധം എന്നുള്ള ബോധം പേറിക്കൊണ്ട് നടക്കേണ്ടി വരുന്നത്, അതിനെക്കുറിച്ച് അറിയേണ്ടി വരുന്നത്, ട്രെയിൻഡ് ആവേണ്ടി വരുന്നത്.
ആ ട്രെയിൻഡ് ആയി കഴിഞ്ഞിട്ടെങ്കിൽ, അത്തരം ബോധം സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് ഓരോ ഇടത്തും എവിടെ നിൽക്കുന്നു, സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നുണ്ടോ. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അവിടെ ഒരാൾ പറയുന്നതിന്റെ പ്രതികൂലപ്പെട്ട ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രതികൂല അവസ്ഥകൾ ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒന്നിന്റെ തുടർച്ചയായി മറ്റൊന്നിന് മാറാൻ കഴിയാത്തതുകൊണ്ട്, ഇംപ്രവൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോ ഇവിടെ രണ്ട് തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. പ്രകൃതിയിൽ ഉറപ്പായിട്ടും വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യമുണ്ട്. വൈവിധ്യങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെ പരസ്പര പൂരകങ്ങളായി നിൽക്കുമ്പോൾ മാത്രമേ അവിടെ സ്വാസ്ഥ്യം ഉണ്ടാവുകയുള്ളൂ. ഈ സ്വാസ്ഥ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഘടകങ്ങൾക്കൊക്കെ തന്നെ ഈ ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ അതിനെ ഗയ്യാബോധം എന്ന് പറയുന്നു. നമ്മളും പ്രകൃതിയും, നമ്മളും സമൂഹവും, നമ്മളും പരിസ്ഥിതിയും, നമ്മളും നമ്മുടെ ആന്തരിക പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തില് ഈ സ്വാസ്ഥ്യം നിലനിർത്തുന്ന ബോധം, സ്വാസ്ഥ്യമുണ്ടെന്ന ബോധം, സ്വാസ്ഥ്യം നിലനിൽക്കുന്നു എന്ന ബോധം, സ്വാസ്ഥ്യത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന ബോധം, അതിനെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്ന ബോധം, അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ക്രമപ്പെടുത്തുന്ന ബോധം, ആ ബോധമാണ് ഗയ്യാബോധം എന്ന് പറയുന്നത്. ഈ മനുഷ്യർക്കിടയിലുള്ള ആ ഗയ്യാബോധം വളർത്തുന്ന പരസ്പരാനന്ദത്തിലൂടെ മാത്രമേ ഭൂമിയിൽ സർവ്വതോന്മുഖമായ സ്വാസ്ഥ്യം രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. ഇവിടെയാണ് പരസ്പരാനന്ദത്തിന്റെ പ്രസക്തി. ഞാൻ സന്തോഷിക്കുകയും പരനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോ ഞാനും പരനും സന്തോഷത്തിലായിരിക്കുന്ന സമയത്താണ് സമ്പൂർണമായ സർവ്വതോന്മുഖമായ സ്വാസ്ഥ്യം ഉണ്ടാവുക. അപ്പോ ഞാൻ സന്തോഷമായിരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പരനെ സന്തോഷമായി സൂക്ഷിക്കുക എന്നുള്ളതും എന്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് അറിയുന്ന ഒരവസ്ഥയാണ് ഈ ഗയ്യാബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഗയ്യാബോധത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു കേവലം സ്വാസ്ഥ്യത്തിന് വേണ്ടിയുള്ള ഒരു ആൽഗരിതമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഗയ്യാബോധത്തിലായിരിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.